സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വിധിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ദിലീപിന് തന്നെയാണ് ഇതിൻ്റെ ഒരു അടി കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 8 വർഷം ദിലീപിന് കിട്ടിയ കുറച്ചൊക്കെ സ്നേഹങ്ങളും കാര്യങ്ങളും ഇപ്പോൾ കൈവിട്ട് പോകുകയാണോ എന്നുള്ള ഒരു സംശയത്തോടു കൂടിയാണ് എല്ലാവരും വീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും ദിലീപിന് വേണോ വേണ്ടയോ എന്നുള്ളൊരു ഭയത്തിലാണ് എല്ലാവരും. എന്തിനധികം പറയുന്നത്, ഇപ്പോൾ ഒരാൾ പോലും ദിലീപിന് വേണ്ടിയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ദിലീപിന് വേണ്ടിയിട്ടോ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സിനിമാക്കാരും അതുപോലെ തന്നെ ദിലീപിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരും ദിലീപിനെ ആവശ്യമുള്ളവരും ദിലീപിന്റെ സ്നേഹം ആവശ്യമുള്ളവരും ദിലീപിന്റെ കാരുണ്യം കൈപ്പറ്റിയവരും ഒക്കെ ദിലീപിന്റെ കൂടെ തന്നെയുണ്ട്. പക്ഷേ അല്ലാത്ത നല്ലൊരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങള്, ഫാമിലികൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ദിലീപിന് എതിരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ദിലീപ് പൈസ കൊടുത്തിട്ടാണ് ഈ വിധിയിൽ നിന്നും മോചിതനായത്. ദിലീപിന്റെ പൈസയുടെ മുന്നിൽ പരുന്ത് പോലും പറക്കത്തില്ല എന്നുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ദിലീപിന് ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത് ഒരു സിനിമ പോലും വിജയിക്കാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ കാലത്ത് നിന്നും ഒരു വമ്പം പരാജയത്തിലേക്കാണ് ചിലപ്പോഴും പോകുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പല ആൾക്കാരും പറയുന്ന പോലെ സിനിമ വേറെ അതുപോലെ കേസ് വേറെ എന്നൊക്കെയാണെങ്കിലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് സൈബർ അറ്റാക്കുകൾ എന്താണെന്ന് വെച്ചാൽ ദിലീപിനെതിരെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദിലീപ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും അങ്ങ് ഇറങ്ങി അപ്പോൾ തന്നെ മഞ്ജു വാര്യരുടെ പേര് എടുത്തിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ സ്നേഹവും പരിഗണനയൊക്കെ കിട്ടിയേനെ. പക്ഷേ അവിടെ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു ആക്ടറുടെ പേര് എടുത്തിട്ടപ്പോഴേ മഞ്ജുവിൻ്റെ പ്രസംഗമാണ് എന്നെ ഇത്രയും പ്രശ്നത്തിലാക്കിയത് എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയുകയാണ്, അത് ദിലീപിന് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ആയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴൊരു 3-4 ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിജീവിതയുടെ ഒപ്പമാണ് എല്ലാവരും. അതുപോലെ അതിജീവിതയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ചില ആൾക്കാരുണ്ട്, പിന്നെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കണ്ണീര് അതിജീവിതയ്ക്ക് ഒഴുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സൂക്ഷിച്ച് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കുമോ, അമ്മ എന്ന് പറയുന്ന സംഘടന എന്താണ് പറയുന്നത്. ഒരു പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടത് ലാലേട്ടൻ തന്നെയായിരിക്കാം. ഇല്ലെങ്കിൽ അങ്ങേരി ഇപ്പോഴും വലിച്ചു കീറിയെന്ന് എല്ലാവരും കൂടിയിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്വേതാമേനോൻ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു. അതായത് ഇതുവരെ അതിനെപ്പറ്റി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല, എന്താണ് തീരുമാനമെന്ന് ഞങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതെന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്റെ കാര്യം നോക്കട്ടെ എന്നുള്ള തരത്തിൽ. അപ്പൊ ദിലീപിന്റെ കാര്യത്തിൽ പ്രേക്ഷകർ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്, ആ ഒരു തീരുമാനത്തിന്റെ അതുപോലെ തന്നെ ആയിരിക്കാം ചിലപ്പോഴേ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിൽക്കുക. അല്ലാതെ ഒരു കാരണവശാലും ദിലീപിനെ ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു പലരും പെട്ടുപോയിട്ടായാലും, ഇതിപ്പോ ഫെഫ്കെ ആയാലും മറ്റുള്ളവരായാലും. കാരണം ദിലീപ് ഊരി വന്നതിൽ അല്ലെങ്കിൽ ദിലീപ് കുറ്റമുക്തനായി വന്നതിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അതായത് എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ദിലീപിനെ അങ്ങനെയാണെങ്കിൽ വന്നോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് സംഘടനകൾ അപ്പോൾ തന്നെ ദിലീപിനെ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോഴേ അവർക്കൊക്കെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 8ന്റെ പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന കുറച്ചെങ്കിലും ആലോചിക്കും. എടുത്ത് ചാടിയിട്ട് ഒരു തീരുമാനം എടുത്ത് പിന്നീട് എന്ന് പറഞ്ഞ ജനങ്ങളുടെ ആ ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ 8 വർഷം ദിലീപിന് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം ആ കുറ്റമുക്തനായി ഇറങ്ങിയ വഴിക്ക് ആ ഒരു പ്രസ്താവന നടത്തി. ഇദ്ദേഹത്തിന് കുറേ ജൈവിളിയും പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഇയാളെ തകർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇയാളോട് ദേഷ്യമുള്ളതുമായ ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോഴും കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഏറ്റവും കൂടുതൽ അടികിട്ടിയിരിക്കുന്നത് ദിലീപിനാണ്. ഈ പൾസർ തുനി ആയാലും മറ്റവനായാലും ഇവന്മാർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്മാർ അത് ഊരി വരികയും ചെയ്യും, അതോടുകൂടി കഴിയുകയും ചെയ്യും. പക്ഷെ സുനിയെ ഈ ദിലീപിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇതിന് ആയുഷ്കാലം മുഴുവൻ, ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇയാൾ മരിക്കുന്നത് വരെ ഈ ഒരു സംഭവത്തിൽ നിന്ന് കരകയറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അത്രത്തോളം പരിതാപകരമായ ഒരവസ്ഥയാണ് ദിലീപിൻ്റെത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴിങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കലാണ്. അപ്പോഴാണ് അതായത് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള അവരൊക്കെ എന്ന് പറഞ്ഞ് ശരിക്കും വെറുപ്പിച്ചു കൊണ്ടിരിക്കലാണ്. ഭാഗ്യലക്ഷ്മിയൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യത്തിന് വന്നിട്ട്
ഇവിടെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ആരും ഭാഗ്യലക്ഷ്മിയുടെ ന്യായീകരണം നല്ല എന്ന് ആരും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ കുറിച്ച് അഭിനയിച്ചു കൊണ്ടിരിക്കലാണ്. പക്ഷെ അതിലൊന്നും നമുക്ക് ഒരിക്കലും കഴിയില്ല. കാരണം ഭാഗ്യലക്ഷ്മിയുടെ അഭിപ്രായമല്ല ഇവിടെ എല്ലാവർക്കും, അത് ഭാഗ്യലക്ഷ്മിയുടെയും അവരുടെ സംഘത്തിന്റെയും മാത്രം അഭിപ്രായമാണ്. ഒരിക്കലും അതിനൊന്നും കൂട്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ പോയിട്ട് ജയ് വിളിക്കാനൊന്നും ഒരാളെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഗ്യലക്ഷ്മിക്കും നല്ല സൈബർ അറ്റാക്ക് തന്നെയാണ് വരുന്നത്. ഭാഗ്യലക്ഷ്മി ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവരുടെ അതിജീവിതയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിന്റെ കൂടെ ഫേമസ് ആകുകയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു വഴിത്തിരിവ് കിട്ടിയിരിക്കുകയാണ്. കാരണം ഇതുവരെ എവിടെയും ഇല്ലായിരുന്നു. അവര് പറയുന്ന FK എന്ന് വരെ അവർ രാജിവെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ് ഞാൻ രാജിവെച്ചു എന്ന്. അവർ ആദ്യം രാജിവെച്ചതാണ്, പിന്നീട് തിരിച്ചെടുത്തിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ രാജിവെച്ചു എന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മിയും സംഘവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊള്ളത്തരമാണ്. അല്ലാതെ അവരൊന്നും പറഞ്ഞാൽ ഭയങ്കര നീറ്റായിട്ട് അതിജീവിതയുടെ കൂടെ ഉണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിജീവിതയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുക എന്നൊക്കെയാണ്. ഇവർ ആർക്കാണ് അവസരം കൊടുത്തിരിക്കുന്നത്? അവർക്ക് ആരും അവസരം കൊടുത്തിട്ടില്ല, ഒരാൾ പോലും കൊടുക്കത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം 1 or 2 സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും ദിലീപിനെതിരെ എന്ന് പറയുമ്പോഴും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ദിലീപിനോട് ചില താല്പര്യ കക്ഷികളുണ്ട്. പക്ഷെ അവിടെയാണ് അവർക്കും പ്രശ്നം വരുന്നത്. പ്രേക്ഷകരെന്ത് വിചാരിക്കും? ഇപ്പോഴും ദിലീപിനെ എങ്ങനെ പിന്താങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു പ്രശ്നവും അവർക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഇനി അങ്ങോട്ട് ദിലീപിനെ അങ്ങനെ അധികം അങ്ങോട്ട് അടുപ്പിക്കണ്ട, അയാളുടെ വഴിയുമായിട്ട് ഇത്രയും നാൾ എങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള തരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രശ്നം വന്നതിൽ പിന്നെ ദിലീപ് എന്ന് പറയുന്ന നടന് സംഭവിച്ച ദുരന്തങ്ങൾ, അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ദുരന്തം നടന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അയാളുടെ ആ ഒരു എന്താ പറയുക പിഴയാണോ, കൈപ്പിഴയാണോ, അല്ലെങ്കിൽ അയാളുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നമാണോ ഒക്കെ ഉണ്ട്. അതായത് ഇതിലെന്ന് പറഞ്ഞാൽ ദിലീപിനെ പൂർണ്ണമായിട്ടും തന്നെ നല്ലവനാക്കാനൊന്നും കഴിയില്ല. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ ഇറങ്ങി വന്ന ഒരു പെണ്ണ് തന്നെയാണ് മഞ്ജു വാര്യർ. എല്ലാവരെയും ഉപേക്ഷിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ നിലയ്ക്ക് അയാൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ്. അല്ലാതെ അയാൾ ഇവിടെ കയറി ഈ മഞ്ജു വാര്യരെ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് ദ്രോഹിച്ച് അവരെ പുറത്താക്കി പിന്നീട് വിവാഹമോചനവുമായി. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദിലീപ് അത്രത്തോളം ക്ലിയർ ഒന്നുമല്ല. ഒരു നടനെന്ന നിലയിൽ അയാൾ നല്ലതാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ അയാൾക്ക് എവിടെയോ ഒരു ഫൗള് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് അയാൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് കയറി വരവ് അങ്ങനെ എളുപ്പമേ അല്ല. ദിലീപ് എന്ന് പറയുന്ന ഒരു നടന് നാളെ തന്നെ കയറിയിട്ട് സിനിമയിൽ കയറാം, സിനിമയിൽ അഭിനയിക്കുക. ഇപ്പൊ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നുണ്ട്. അത് എന്താകുന്നു ജനങ്ങൾക്ക്, അതെന്താകുന്നു ആർക്കും പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടവും പൊട്ടി തകർന്നു പോകും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് ദിലീപിന്റെ എല്ലാ പടവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കൂത്തി വീണിട്ടുണ്ട്. അതുപോലെ എത്ര നല്ല പടങ്ങളായാലും ജനങ്ങൾ കയറുന്നില്ല, കുടുംബ പ്രേക്ഷകർ കയറുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ദിലീപിന് ഇനി ഇപ്പോഴേ ദിലീപ് തന്നെ മുൻകൈ എടുത്തിട്ട് ഇതിന് ഒരു എന്താ പറയണ്ടേ, ഏതെങ്കിലും ഒരു മറ്റൊരു അന്വേഷണ ഏജൻസി വരണം, അല്ലെങ്കിൽ ദിലീപ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരെ കണ്ടെത്തി തരണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇനിയുള്ള ഒരു അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്ദി, നമസ്കാരം.